എപ്പിസോഡായിട്ടാണ്. ഇതെനിക്കൊന്ന് രണ്ടാമത്തെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് ചെറിയ സങ്കടമുണ്ട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ എടുക്കാൻ പറ്റി. അതെങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചേക്കത്. പിന്നെ ഇത് എന്താ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഫാർം ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഫാർം ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ ഈ വേൾഡിലല്ല കേട്ടോ, വേറൊരു വേൾഡ് എടുത്തിട്ട് ഞാൻ ക്രിയേറ്റീവ് മോഡിൽ ഈ ഫാർം ഒന്ന് ഉണ്ടാക്കി കാണുന്ന രീതി. പക്ഷെ അതൊന്നും ഒരു രീതിയിലും വർക്കാകുന്നില്ല. നമ്മൾ സ്വന്തം ടാങ്കോളത്തിനെ കൊണ്ട് അതിനകത്ത് വീട്ടിപ്പിക്കണം. അതിനെക്കാട്ടും ഇവിടെ ടാങ്കോളത്തിന് അല്ലെങ്കിൽ കേവിൽ പോയി ഒപ്പിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇതുങ്ങളൊക്കെ അയച്ചു വിട്ടു കേട്ടോ. വെറുതെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പൂട്ടിട്ട് ഇതുങ്ങളെ നറിയിക്കുന്നത് എന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും നമ്മളെ സ്കിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ് ഗോയ്സ്. അങ്ങനെ ഉണ്ട് എൻ്റെ സ്കിന്ന്. ലുക്ക് സ്കിന്നല്ലേ അവിടെ നിൽക്കടാ. അങ്ങനെയുടെ ബേക്ക് കട്ട് ചെയ്തൊക്കെ ഉണ്ട്. കണ്ണുറക്കടാ. അങ്ങനെയുണ്ട് സ്കിന്നിന്. ലുക്കായില്ലേ? ഷെയ്ഡ് പറ്റി പിടിക്കാം. എങ്ങനെയുണ്ട്? ലുക്കായില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയൂടാ. എന്തായാലും എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. സ്കിൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഞാൻ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കേവിൽ പോകണം. ചില നമുക്കിടയിൽ എന്താ അയൺ ഫാം ഉണ്ടാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കേവിൽ പോവാം. കേവിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഫുഡ്, പിന്നെ ഇച്ചിരി കൂടെ വേറെ ടൂൾസ്, അതൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. പിന്നെ നമ്മളിൽ എത്ര ഫുഡുണ്ട്? ഫുഡ് ജസ്റ്റിലുണ്ടോ? നമ്മളിനി ഇവിടെ ആയിട്ട് ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കേട്ടോ. എന്നാൽ ഒന്നുമില്ല. കുറച്ച് 17 ബെഡുണ്ട്. പിന്നെ കുറച്ച് 2 ഇതുകൊണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. എന്തായാലും ഉള്ള ആർമർ ഇട്ടുകൊണ്ട് നമുക്ക് പോകാം കേട്ടോ. ഈ ആർമറിനും കൈ വെച്ചേക്കാം. ഈ 2 അയണും ഇരിക്കേണ്ട കയ്യിൽ. ഞാൻ ബെഡ് ഇവിടെ തന്നെ വെച്ചിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ചാന്നിനൊക്കെ മുമ്പ് ബെഡ് വെച്ചു തന്നിരിക്കില്ല. എനിക്ക് ഓർമ്മ ഒന്നുണ്ടാവില്ല. ഞാൻ ബോട്ടും കൊണ്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആശം വരും. ഇവിടെ വലിയ കേവ് ഉണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. ഫുഡൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു 17 ബ്രെഡും കൊണ്ടാണ് പോകുന്നത്. എന്താവോ എന്തോ. പോകുന്ന വഴി കുറച്ച് പ്ലാങ്ക്സ് എടുത്തുകൊണ്ട് പോവാം. ആശം വരും. ഒരു മൈൻ ഷാഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നെയിം ടാഗ് കിട്ടിയേ. എന്തായാലും ഞാൻ പിന്നെ എൻ്റെ വേറെ ആക്സില്ല. കുഴപ്പമില്ല. ഞാൻ നേരത്തെ 7 എന്തോ ഇതുണ്ടാക്കി വെച്ചായിരുന്നു. എന്ത് ക്രാഫ്റ്റ് ടേബിൾ. എന്തായാലും നമുക്ക് അയണില്ലേ? ഉമ്പിയല്ലോ. എൻ്റെ കയ്യിൽ 3 അയൺ പിക്കാസ് ഉണ്ട്. ഞാനിപ്പോൾ എത്ര അയൺ പിക്കാസ് ഉപയോഗിച്ചാലും എനിക്ക് പറഞ്ഞില്ല. ഞാൻ ഇച്ചിരി ഏറെ ടൂൾസ് ഉണ്ടാക്കട്ടെ. തീട്ടതൊന്നും ഞങ്ങൾ എന്തായാലും നമുക്ക് നേരെ കേവിലേക്ക് പോകാനുള്ള സെറ്റപ്പ് ഒന്ന് സ്റ്റോണൊക്കെ ഇച്ചിരി മൈൻഡ് ചെയ്തെടുക്കട്ടെ. എൻ്റെ 3 അയൺ പിക്കാസ് ഉള്ളത് എനിക്ക് പ്രശ്നമില്ല. അയൺ പിക്കാസിന് മൈൻഡ് ചെയ്താലും. പിന്നെ ഇതിൻ്റെ അത് പൊട്ടുന്നതിൻ്റെ ഇത് കാണിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ താഴെ നമ്മൾ റിയൽ മൈൻകാസിലാണെങ്കിൽ താഴെ നമ്മൾ ടൂൾസിൻ്റെ കാണിക്കുമായിരുന്നു എത്ര ഇതുണ്ടെന്ന്. ടൂൾസിൻ്റെ ചിപ്പ് കാണിക്കുന്നില്ല. അതിനി ഗെയിമിൻ്റെ ആണോയെന്ന് എനിക്കിവിടെ 2 ആക്സ് ഉണ്ടായി കൈ പിടിക്കാം. അത് ഇച്ചിരി സേഫ്. എൻ്റെ കയ്യിൽ ഇതുണ്ടോ? എൻജാൻഡർ ഉണ്ടല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ അതിനെക്കാട്ട് മുമ്പ് ഞാനൊരു കാര്യം നോക്കട്ടെ. ഞാൻ എപ്പോഴും വീഡിയോ തുടങ്ങി കഴിയുമ്പോൾ മൈക്ക് ഓണാണോ നോക്കുന്നത്. ഓണാന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി മരം ഉണ്ടെങ്കിൽ അതും കൂടി വിട്ടെടുക്കട്ടെ. നമുക്ക് എല്ലാ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കേവ് തപ്പി കണ്ടുപിടിക്കണം. അതാണ്. പിന്നെ ഞാൻ ഇച്ചിരി ഒരു പ്രോ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ചിഹ്നം വെച്ച് കളിക്കുമ്പോൾ ഇച്ചിരി ഒരു നൂബാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ ചിഹ്നത്തിൽ വെച്ച് വേണം ഞെക്ക, അല്ലെങ്കിൽ കൊള്ളൂല അടിയൊന്നും. സ്ഥലമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോർഡിനേറ്റ് ഓണാക്കി വെച്ചാൽ ഇച്ചിരി സുഖമാണ്. നല്ല വൈബ് ഏരിയ. മലേനെ ഉണ്ടെങ്കിൽ ഓർമ്മ വല്ല കേവ് ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് വില്ലേജ് കാണാൻ. കണ്ട. പക്ഷെ ഞാൻ വീടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളാദ്യം ഡ്രാഗനൊക്കെ ഇത് സെറ്റപ്പൊക്കെ ആട്ടെ. നമ്മൾ നാളത്തെ തന്നെ ഇന്ന് ആർമർ ഒപ്പിച്ച് നമ്മൾ നാളെ തന്നെ ഗുയ്സ് 1 മിനിറ്റേ. നമ്മൾ ചെറിയൊരു കോൾ വന്നു കേട്ടോ. അത് അത്യാവശ്യം അതുകൊണ്ടാണ് നിർത്തിയത്. അത് നമുക്ക് എന്തെങ്കിലും ബാക്കി പരിപാടി നോക്കുന്നതിന് മുമ്പ് രാത്രി ബെഡ് കൈ പിടിച്ചാൽ മതിയായിരുന്നു. ഇനി തിരിച്ചങ്ങ് വരെ പോകണം. അയ്യോ, ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അവിടെ ചാകും. നമുക്ക് പയ്യെ അതിൽ ഇറങ്ങിപ്പോകാം. എന്തായാലും ഇപ്പം ഒന്ന് സോംബീസ് വരില്ലായിരിക്കും. ഇപ്പം ചത്തേരം എൻ്റെ അമ്മോ.
ഫുഡ് ഓടിക്കാൻ മോനെ. പിന്നെ നിങ്ങളാരും എനിക്കൊരു സപ്പോർട്ടും തരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ 75 ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എനിക്കൊരു സപ്പോർട്ട് തരാമെന്ന്. കണ്ണി നോക്കിയ സൗണ്ടല്ലേ ഞാനിപ്പോൾ കേട്ടത്. ഇവിടെ ബെഡില്ല, താഴെ ബെഡുണ്ടോ? ഇവിടെയും ബെഡില്ല. മാങ്ങാണ്ടി എൻ്റെ ഹെഡ്ഫോൺ ഇപ്പം വീടും പിടിക്കടാ. ഞാൻ തുമ്മിയതാ, എൻ്റെ ഹെഡ്ഫോൺ ഇപ്പം വീടുവനെ. എടാ കൊച്ചു എടാ എൻ്റെ ചെറുക്കനെ ഓടിക്കുന്നടാ. പോടാ. ഇത് ജാവ എഡിഷനാണ്. നമുക്ക് സ്പാം ക്ലിക്ക് ചെയ്യുക, ഇഷ്ടം പോലെ സ്പീഡ് ക്ലിക്ക് ചെയ്യുക. എന്നാ പിന്നെ വരുന്നുണ്ട് ചെറുക്കനെ തന്നോളാം. ഈ ആക്സിന് ഒട്ടും പവറില്ല. ഇത് എത്ര അടിയാണ് ഞാൻ അടിക്കുന്നത്? എൻജാൻഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുണ്ടോ എന്തൊക്കെ എൻജാൻഡാന്ന് നോക്കിയാൽ ഒക്കെ കാണിച്ചേ. ഇതുണ്ടോ എത്ര എൻജാൻഡ് ഉണ്ട്? അൺബ്രേക്കിംഗ് ആണ്. ഞാനിപ്പോൾ അത്യാവശ്യം പ്രോ ആയ കേട്ടോ. അയ്യോ പച്ചത്തുള്ളൻ അവിടെ ഉണ്ടല്ലോ. പച്ചത്തുള്ളൻ കാണാണ്ട് ഈ വീട്ടിൽ കയറണം. കണ്ടു. ഓ മോനെ, പച്ചത്തുള്ള അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. രക്ഷപ്പെട്ടു. എടാ ഒന്ന് മാറും, എനിക്ക് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങി പാതിരി തുറക്കരുത്. ഈ കൊച്ചു സോംബി ആ കുണ്ട ഇറങ്ങി പോകേണ്ട. ആ സോംബീസ് ഇവിടെ ഉണ്ട്. കൊച്ചിപ്പിച്ചാവും. അയങ്കോളം കൊന്നു ഏതോ സോംബീനെ. ക്രീപ്പറുണ്ടോ? അതാ ഇറങ്ങി ഓടിയല്ലോ. 3, 2 ഓടിക്കോ. എടാ എൻ്റെ ചെറുക്കനെ തന്നോടാ. എടോ കൊന്നോടാ അവനെ. എടാ നീയൊക്കെ എൻ്റെ ചെറുക്കനെ കൊല്ലുടാ. നീയൊക്കെ എൻ്റെ ചെറുക്കനെ കൊല്ലുവോ? എൻ്റെ ചെറുക്കനെ കൊല്ലുടാ നീയൊക്കെ. അല്ല ഏതോ കൊണ്ടുവരാ. എന്നാലും ഉമ്മാരല്ലേ നമ്മളെ. ക്രീപ്പർ ഓടിക്കോ. ഓടിക്കോ. നമ്മൾ പ്രോയ്ക്കാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ എവിടെയായിട്ട് നേരത്തെ ഒരു കേവ് കണ്ടേ? എവിടെയായിട്ട് നമ്മൾ നേരത്തെ കേവ് കണ്ടേ? ഇതിൽ എന്തോ നടന്നു പോയപ്പോഴല്ലാണ്ടേ അല്ലേ? ഞാൻ ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മളെന്തോ ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട കേവാന്ന് തോന്നുന്നു. അത് ലാവയാണോ? അതൊന്നും സാധനം എന്താ? വെള്ളമാണോ കേവാണോ? തിരിച്ചങ്ങനെ കയറുമെന്ന് അറിയാതെ ബ്ലോക്ക് വെച്ചിട്ട് പയ്യെ ഇറങ്ങാം. എനിക്ക് പയ്യെ ഇറങ്ങാം കേട്ടോ. ഇത് അവിടെ താഴെ ബേക്ക് നടി വരുന്നുണ്ടോ നോക്കണം. ഈ ക്രീപ്പേഴ്സ് ആട്ടോ ഏറ്റവും ശല്യം എനിക്ക്. ഇവിടെ ഒരു ഉണ്ടോ? ഒന്നുമില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങാമല്ലോ. അവിടെ മറ്റേ സാധനമല്ലേ നെതറിൽ കാണുന്ന സാധനം. അടുത്ത ആശം കേട്ടോ. ഇവിടെ ഇവിടുന്ന് സോംബീസിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ഇവന്മാർ സൗണ്ട് കേൾക്കുന്നത്? ഇത് ഫുള്ള് വെള്ളമല്ലേ, പിന്നെ എവിടെ നിന്ന് ഇവന്മാർ സൗണ്ട് കേൾക്കുന്നത്? ഇതാ വെള്ളത്തിൻ്റെ അടിയിലേക്ക്. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ശ്വാസം പിടിച്ചേക്കാന്നല്ലേ പറഞ്ഞേ? ഇത് കുറച്ച് പൊട്ടിച്ചെടുത്തോണ്ട് പോയിരുന്ന ആവശ്യം വന്നാണ്. ഈ നായിൻ്റെ വരുന്നുണ്ടല്ലോ. പോടാ പോടാ പോടാ. സാധനം കിട്ടിയില്ല. പോടാ പോടാ. ഇതുകൂടി പിടിച്ചെടുത്തിട്ട് പോട്ടെ. വേറൊന്നും ഇവിടെ ഇല്ലേ? ബീസ് വേറൊന്നും ഇവിടെ ഇല്ല. ഇതൊരു ചെറിയ വെള്ളത്തിൻ്റെ ഇത്. ഇവിടെ ഇല്ല. അയൺ ഉണ്ടാവുമോ? അയണില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. പോടാ പോടാ പോടാ. പൊയ്ക്കോ വേഗം പൊയ്ക്കോ. ശ്വാസം മുട്ട് പോകും. അയ്യോ മണ്ടക്കൂടി ചാടി കറങ്ങി. മേളിലെത്തിയിട്ട് 1 മണിക്കൂർ. അങ്ങനെ ഗൂസ് നമ്മളത് മേളിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഷീപ്പിനെ കണ്ട് അതിനും തലിക്കുന്നു.
നമ്മളിപ്പം നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് വേറെ കേവ് ഒന്നുമില്ല. നമുക്ക് ഇനി ആ മലേൻ്റെ ഇപ്പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. ഞാനൊരു കേവ് ഒന്നുകൂടി കണ്ടുപിടിച്ചിട്ട് വരാവേ. എങ്ങനെയല്ല എന്ത് കിട്ടത് ഗൂസ്. പിന്നെ നമ്മളില്ലേ നമ്മൾ വന്നപ്പോൾ നിങ്ങളൊരു ഇത് കണ്ടില്ലായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ, ഇത് ഗോൾഡ്. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാനത് മറന്നു. ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ മറന്നു ഇതിൻ്റെ കാര്യം. ഇതും കൈ പിടിച്ചോണ്ട് ആശം വരും. വേറെ ഗോൾഡൊന്നും ഇല്ലല്ലോ ഇവിടെ ഒരു ഇല്ലല്ല. ഇതെന്നാ കോള ആവശ്യമില്ല. നമുക്കെന്തായാലും അടുത്ത കേവ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വിചാരിച്ചേട്ടാ, ഈ അയൻകോളത്തിന് തട്ടിയാലോ എന്ന് വിചാരിക്കുക. അതാണോ നമുക്ക് അയൻ്റെ ചെറിയൊരു ആശ ഉണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് തട്ടാന്ന് ചെന്നാലേ പണിയാവോ. എൻ്റെ ബ്ലോക്കില്ല മുമ്പി. ബ്ലോക്ക് എടുത്തു. അച്ചടാ അവിടെ നിന്ന് അങ്ങ് എത്തുന്നേ ഉള്ളൂ. ആറാ വിളിക്കുന്നേ. അതെ ചേച്ചി വിളിച്ചാട്ടോ, ഇച്ചിരി ദൂരമുള്ള ചേച്ചി വിളിച്ചു. അയങ്കോള അച്ചടാ, ഇതെന്താ നീ ആയിട്ട് സെലക്കായോ? എന്താണ് ടച്ച് വർക്കാതെ? എടാ ഈ ബ്ലോക്ക് പൊട്ടിച്ചേരണം. എന്താണ് ഒന്നും ടച്ച് വർക്കാത്ത? എന്താ തരുള്ളൂ ഇവനെ കൊന്നേക്കെ. ഓ ഞാനിങ്ങനെ തല്ലിക്കൊല്ലട്ടെ. ഇവനെ കൊണ്ട് ശല്യമായല്ലോ. ഞാൻ ഇവനാണെങ്കിൽ അവിടെ നിന്ന് വരുന്നില്ല, എനിക്ക് ആ ബ്ലോക്ക് ഞെക്കാനും പറ്റുന്നില്ല. ഗൂയ്സ് സോറി കേട്ടോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തന്നെ ആർക്കും വിളിച്ചോണ്ടിരിക്കുന്നു. ഗൂയ്സ് ചെറിയ പണി കിട്ടി. ഞാനില്ല, ആ കോള് വന്ന് നേരെ ചെന്ന് അവൻ്റെ വായങ്കോളത്തിൻ്റെ മൂട്ടിലേക്ക് വന്ന് വീണ് കേട്ടോ. പണി കിട്ടി. ഞാൻ എന്തായാലും വേഗം റെക്കോർഡ്. അല്ലെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ചെറിയ പ്രശ്നമുണ്ട്. ആ അയങ്കോളം നമ്മൾ പറപ്പിച്ച് പച്ചത്തുള്ള മൈൻഡ് ഉണ്ട്. നമ്മൾ പോയി നമ്മൾ സാധനം എടുത്തോണ്ട് തീട്ട അവിടെ ഉണ്ട്. അവനടില്ല. അതുപോലെ നമുക്ക് വേഗം പോയിട്ട് കണ്ണീ നോക്കി സാധനങ്ങളെടുത്ത് എടുത്തു. മാക്സൊക്കെ എടുത്ത് ഫ്രണ്ട് വെക്കുക. ബ്ലോക്ക് കഴിയുന്നുണ്ട്. ഞാൻ പോയി ഇന്ന് വേഗം കിടന്ന് ഉറങ്ങട്ടെ. അടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ചിഹ്നം വെച്ച് കളിക്കുമ്പോൾ ഞാൻ വലിയ പ്രോ അല്ല. ഓണല്ലേ? ഓണാണ്. ചെലുത്തി ചാടി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. എന്തായാലും വെച്ചാൽ ഇനി എന്തായാലും നമുക്ക് വീഡിയോ കേവി പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമില്ലെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ അടിയും പിടിയൊക്കെ ആയിട്ട് നമുക്ക് ഈ ആയങ്കോളത്തിൽ കൊന്നിട്ട് നമ്മളിന്ന് വടിയാക്കിയിട്ട് വേറെ കാര്യം ഈ ചെറുക്കൻ ജീവിച്ചു പോട്ടെ. ഇതിൻ്റെ അകത്തുണ്ടോ അല്ലേ ബ്രോ? ഇവന്മാരെ കൊണ്ട് എനിക്കാണ് ഇവന്മാരെ ഇങ്ങനെ എഴുന്നിപ്പിച്ചിട്ട് എനിക്ക് ഇവന്മാരെ കൊല്ലാനും എനിക്ക് മടിയാന്ന് വെച്ചാൽ ഇവന്മാർ പോയി സോമ്പിൻ്റെ അടി കൊണ്ട് ചാവും. എനിക്കതൊന്നും മടിയാണ്. എന്നാ അങ്ങനെ വാടാ, എന്തെല്ലാത്തിനും അടിച്ച് തീർത്തിരിക്കും ഞാൻ. എന്തിയുടെ അല്ലാണോ? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബെഡ് നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ? ഇവിടെ ആരും വേഞ്ചല്ലേ ഈ കുഞ്ഞാനെ ചെറുക്കൻ കിടക്കുന്നുണ്ടോ? ഇവനെ നമുക്ക് എന്നാ മടിയാക്കാം. എന്തിനാ ടച്ച് വർക്കത്തില്ല. അത്രയേ ഉള്ളൂ. അങ്ങ് ആ രണ്ട് വീട്ടിലില്ല. ഇവനെ ഇറക്കി വിട്ടേക്ക്. ഇവൻ ചെറുതായിട്ട് ഇവനാരും കാണൂലായിരിക്കും. ഞാൻ കിടന്നുറങ്ങിക്കേ. എപ്പം പറയാം പേടിക്കണം. നിന്നെ ആരും കൊല്ലൂല. ഞാനുണ്ട് സപ്പോർട്ട്.
പേടിക്കട. ആ അണ്ണ ഈ വീട്ടിൽ തന്നെ ഇന്ന് എങ്ങോട്ടും ഇറങ്ങി പോയില്ല, ഇവന് ബുദ്ധിയുള്ളതുകൊണ്ട്. എവിടെ നിന്നാ സ്കെൽറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നമ്മളെന്തായാലും പറഞ്ഞു നിർത്തി. അയങ്കോളം എന്തിയാ നമ്മളതിൽ അമ്പുണ്ടോ? അമ്പില്ല, കുറേ വില്ലുണ്ട്. അമ്പില്ലാണ്ട് എന്തിനാണോ വില്ല്. ഞാൻ പോയി ആയങ്കോളത്തിന് തട്ടാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ ആയങ്കോളം ചത്ര. വെരി സാറ് എനിക്ക്. അവിടെ അഞ്ചാണോ? അഞ്ചേ. എൻ്റെ കയ്യിൽ നേരത്തെ ഇതിന് കൂട്ടിയിട്ട്. അപ്പം ആയങ്കോളം 3 ആയിട്ടുള്ളൂ. എന്തായാലും നമുക്കിനി നമുക്ക് എന്തായാലും കേവ് പോയി എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിൽ ഒരു ടൈമില്ല. ഞാൻ ഈ കുഴിയൊന്നും മൂട്ട, അല്ലെങ്കിൽ ഏതിലും ഇതെല്ലാം കുറേ വെട്ടിരിക്കുന്നത്. എന്തിനാ കുഴി പോയി ചാടി വാങ്ങാറ്റ്? ഈ ബെഡൊക്കെ പൊട്ടിച്ചെടുത്ത് ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോക്കട്ടെ. ഇറങ്ങി വരുന്നുണ്ടോ? വന്നോട്ടോ, ഞാൻ മൂടും നിന്നെ ഇതിൻ്റെ അകത്തിട്ട്. വേറെനിക്കോ ഞാൻ കേവൊന്ന് അല്ല ഈ കുഴിയൊന്ന് മൂട്ട, അല്ലെങ്കിൽ ഈ വില്ലേജിൻ്റെ കാര്യമാണ് പറഞ്ഞില്ല. എനിക്ക് ഇവന്മാരെ ഇഷ്ടമൊന്നും, അല്ലെങ്കിൽ ഇവന്മാരെ കളി കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടം. എന്താണെന്നോട് ചോദിച്ചേക്കരുത്. എനിക്ക് ഇവന്മാർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ലേ. പക്ഷെ ഇവന്മാരെ എനിക്ക് കാണുന്നത് എനിക്ക് ഇഷ്ടമായി. ഇവന്മാരില്ലെങ്കിൽ എന്തൊരു ഇതുപോലെ ഇതൊന്നും ഇല്ലാത്ത പോലെ. ഞാൻ ഇവിടെ വെച്ചിക്കാൻ പണി പോയി എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചേക്കരുത്. അടുത്ത എവിടെയാണ് ഞാൻ പൊട്ടിച്ചേ? ഇതുപോലത്തെ ഒരു സാധനം ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു ഇവിടെ എവിടെയോ. ഇതാ എവിടെ കൊണ്ട് തിരിച്ചു നോക്കട്ടെ. ഒറ്റ റോഡ്. അതെവിടെ നിന്നായിരുന്നു? ഇവിടുന്നാ? ഇവിടെ നിന്ന് തന്നെ. ഞാൻ അങ്ങനെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അങ്ങൊക്കെ അതാ പോയി നടക്കുന്നത്. അവിടെയൊക്കെ എന്താ എനിക്ക് പണി. എന്തായാലും നമുക്കിതാ അയണെന്തായാലും കൊല്ലണ്ട വന്നില്ല. നമുക്ക് അയൻകുളത്തിന് നമ്മളെ സ്കെൽട്ടൻ കൊന്നു വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും അയൻകുളം തീരുവാണ് കേട്ടോ. ചില സ്കെൽട്ടനെ കൊന്നിട്ട് അവൻ ചത്തത്. അതാണ് പവർ അയൻകുളത്തിൻ്റെ. എന്തായാലും നമുക്കിതാ ഇപ്പോൾ ഇത്രയും സാധനം കിട്ടി. നമ്മൾ കേവിലൊന്നും പോയില്ല കേട്ടോ. കേവിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നാ. ഇന്നത്തെ പറഞ്ഞ് ഞാനൊരു ഫാർം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഫാർമ് വർക്കാവുമെന്ന് മനസ്സിലായപ്പം അതിൻ്റെ നോക്കി ഞാൻ എന്തായാലും തിരിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ട് ബെഡ് വെച്ചിട്ട് തരാം. എത്ര മിനിറ്റായി? 17 മിനിറ്റാ. എന്നാൽ നമുക്ക് ബെഡ് വെക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും വീഡിയോ എന്താ നിർത്താം. എന്തായാലും ഞാനങ്ങനെ പറയുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. പിന്നെന്താ നാളത്തെ എൻ്റെ കണ്ടാൽ മിക്കവാറും ഞാൻ അയൻകുളത്തിന് സോറി മറ്റേ കേവിലേക്ക് പോകും. ഇതെല്ലാം ഞാൻ പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് പിന്നെ കാണുന്നതായിരിക്കും. ബൈ.